ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഞാനിത് സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കട്ടറിലേക്കൂടെയാണ് സ്ലൈസ് എടുക്കുന്നത്. നമ്മൾ കത്തി കൊണ്ട് മുറിക്കുന്നതിനേക്കാൾ നേർന്ന ആയിട്ട് തന്നെ ഇതിലേക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അത്ര സമയവും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെയാകുന്ന സമയം കൊണ്ട് തന്നെ വേഗം വഴന്ന് കിട്ടാനും കൂടി എളുപ്പമാണ്. സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രം വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചുറ്റിച്ചെടുക്കാം, ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ എത്താൻ ആവില്ലല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളി കുറച്ച് വേഗം വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ചുകൂടി ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി യോജിപ്പിച്ചിട്ട് വീണ്ടും കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിത് തയ്യാറാക്കി ഫ്രീസറിൽ എടുത്ത് വെച്ചതാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഞാൻ 2 തക്കാളി എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ചതിന് ശേഷം തണുത്ത് അതിൻ്റെ തൊലിയും കൂടി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്താൽ നല്ല പേസ്റ്റായി കിട്ടുകയും ചെയ്യും. പിന്നെ കറിക്ക് കുറച്ച് കൊഴുപ്പ് കൂടുതൽ ആവാനും നല്ലതാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഉള്ളി വഴറ്റിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ പൊടി പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് വാടി വരുന്ന സമയം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കന് ഞാൻ ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ പുരട്ടി വെച്ചതാണ്. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ കൂട്ടി വെച്ചൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം. ലോ ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ വെള്ളം തനിയെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്നതായിരിക്കും. നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള കറി ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. കണ്ടോ, നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ വേവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ ഈ ചിക്കനിൽ നന്നായി പിടിച്ച് കിട്ടും. വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ച് അടച്ചു വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങയുടെ പാല് ആണ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് ചെറിയ തീയിലൊന്ന് തിളക്കാൻ വേണ്ടി വെക്കാം. ഒരു തിള വരുന്ന സമയം തന്നെ ഇത് വാങ്ങേണ്ടതാണ്. എന്താ നല്ല മണമുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം.
വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.